ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്ലോകം: അംഗാന്യേതാനവഷ്ടഭ്യ സുഖീ ദുഃഖീവ മുഹ്യതി ചിദാത്മാ മായയാ സ്വസ്യ തത്വതോസ്ഥി ന കിഞ്ചന. ഒന്നുകൂടി: അംഗാന്യേതാനവഷ്ടഭ്യ സുഖീ ദുഃഖീവ മുഹ്യതി ചിദാത്മാ മായയാ സ്വസ്യ തത്വതോസ്ഥി ന കിഞ്ചന. അന്വയം: ചിദാത്മാ സ്വസ്യ മായയാ ഏതാനി അംഗാനി അവഷ്ടഭ്യ സുഖീ ദുഃഖീ ഇവ മുഹ്യതി തത്വതഃ കിഞ്ചന ന അസ്തി. അർത്ഥം: ജീവാത്മാവ് താൻ തൻ്റേതായ മായാശക്തി കൊണ്ടുണ്ടാക്കിയ മുൻപ് പറയപ്പെട്ട സൂക്ഷ്മാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മോഹവശാൽ ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നിങ്ങനെ സങ്കല്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വകയൊന്നും ഉള്ളതല്ല. ജീവാത്മാവിൻ്റെ സൂക്ഷ്മാംഗങ്ങളെ പറ്റി മുൻ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അവ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ ഇവയാണ്. ഇന്ദ്രിയങ്ങൾ എന്നത് നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം മുതലായവയാണ്. ഇവയെ ഉപയോഗിച്ചുകൊണ്ട് സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. പുറമേ നിന്നും കിട്ടുന്ന സുഖങ്ങളെ ഇന്ദ്രിയ സുഖങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത്. നേത്രേന്ദ്രിയം ഉപയോഗിച്ച് മനോഹരമായ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന ദർശനസുഖം, ശ്രോത്രേന്ദ്രിയം ഉപയോഗിച്ച് മനോഹരമായ ശബ്ദങ്ങൾ, സംഗീതാദികൾ, ഇഷ്ടജനങ്ങളുടെ വാക്കുകൾ, പ്രശംസാവചനങ്ങൾ മുതലായവ കേൾക്കുമ്പോഴുണ്ടാകുന്ന ശ്രവണസുഖം, സുഗന്ധവും മറ്റും ശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ഘ്രാണേന്ദ്രിയത്തിൻ്റെ സുഖം, അതുപോലെ രുചികരമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന രസനേന്ദ്രിയ സുഖം, അതുപോലെ ഇഷ്ടജനങ്ങളുടെ ലാളനം, ആലിംഗനം മുതലായ ഇവയിൽ നിന്ന് കിട്ടുന്ന സ്പർശനസുഖം എന്നിത്യാദികളാണ് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് കിട്ടുന്ന സുഖങ്ങൾ. ഇതേ ഇന്ദ്രിയങ്ങൾ തന്നെ വിപരീതമായ അനിഷ്ടകരമായ വസ്തുക്കളോടും വ്യക്തികളോടും ഉള്ള സമ്പർക്കം കൊണ്ട് ദുഃഖത്തെയും ഉണ്ടാക്കുന്നതാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിവ മുൻ പറഞ്ഞ സൂക്ഷ്മേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്ന് മുൻപ് പറഞ്ഞതുമാണല്ലോ. ഈ സൂക്ഷ്മേന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയില്ല. കണ്ണ്, മൂക്ക് മുതലായ ബാഹ്യേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്ത നിദ്രയിൽ സൂക്ഷ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് സ്വപ്നലോകം സൃഷ്ടിക്കുന്നതും നമുക്ക് അനുഭവമാണല്ലോ. പക്ഷേ മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരനുഭവവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. സുഷുപ്തിയിൽ, അതായത് ഗാഠനിദ്രയിൽ ഒരു സുഖാനുഭൂതി ലഭിക്കുന്നുണ്ട്. ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്ന ആൾ സുഖമായി ഉറങ്ങി എന്ന് പറയാറുണ്ട്. അതുപോലെ സുഷുപ്തിയിൽ നിന്ന് ഒരാളെ വിളിച്ചുണർത്തിയാൽ അയാളെ വിളിച്ചുണർത്തിയതിൽ ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നതായും കാണാം. സുഷുപ്തിയിൽ അയാൾ അനുഭവിച്ച് കൊണ്ടിരുന്ന സുഖം നഷ്ടപ്പെടുത്തിയതിലുള്ള അനിഷ്ടമാണ് അതിന് കാരണം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് സുഖം ഇരിക്കുന്നത് മനസ്സിലോ ഇന്ദ്രിയങ്ങളിലോ ബാഹ്യവസ്തുക്കളിലോ അല്ല, അത് ആത്മാവിൽ തന്നെയാണ്. ആത്മാവ് സുഖസ്വരൂപമാണ്. അത് സച്ചിദാനന്ദമായ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ആത്മാവിനെ ആവരണം ചെയ്ത് മറച്ചിരിക്കുന്ന മായയുടെ സൃഷ്ടിയായ പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്ന ബാഹ്യലോകവും
അവയെ കാണിച്ചു തരുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും എല്ലാം. ഇവയൊക്കെ ജഡവും ചൈതന്യരഹിതവുമാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കേവലം സങ്കല്പകൽപ്പിതം മാത്രമാണ്. എങ്കിലും ആത്മാവ് ഇവയെ ആധാരമാക്കിക്കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നത് വിചിത്രമായ കാര്യമാണ്. ഇതെങ്ങനെയെന്ന് നോക്കാം. ആത്മാവ് മനസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഓർമ്മിക്കുന്നു എന്നിങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടാക്കുന്നു. അതുപോലെ ആത്മാവ് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ സ്പർശിക്കുന്നു എന്നിങ്ങനെയുള്ള അവസ്ഥകളെയും കർമ്മേന്ദ്രിയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ എടുക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ വിസർജിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു എന്നീ അവസ്ഥകളെയും ഉണ്ടാക്കി തീർക്കുന്നു. ഇതെല്ലാം കർമ്മങ്ങളാണ്. കർമ്മങ്ങൾക്കൊക്കെ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കർമ്മഫലങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമായി തീരുന്നത്. ആനന്ദസ്വരൂപമായ ആത്മാവിന് ഇങ്ങനെയുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഒരു പുലിയെ കണ്ട് ഭയന്ന് ഓടുന്നതായി സ്വപ്നം കാണുന്നു. അയാൾ യഥാർത്ഥത്തിൽ ഓടുന്നുണ്ടോ? ഇല്ല, അയാൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഭയന്നോടിയതാരാണ്? ആരും ഭയന്നുമില്ല, ഓടിയുമില്ല. അതെല്ലാം അയാൾക്ക് ഉറക്കത്തിലുണ്ടായ സങ്കല്പത്തിൽ നിന്നുണ്ടായ സ്വപ്നം മാത്രമാണ്. അതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുണ്ടാക്കിയ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അവയെ ആധാരമാക്കി അനുഭവിച്ച സുഖദുഃഖങ്ങളും ആത്മാവിൻ്റെ സങ്കല്പസൃഷ്ടി ആയ മായയാൽ സൃഷ്ടിക്കപ്പെട്ട സ്വപ്നതുല്യമായ കാര്യങ്ങൾ മാത്രമാണ്. സർവവും മിഥ്യയാണ്. അതാണ് തത്വതോസ്ഥിന കിഞ്ചന. താത്വികമായി നോക്കുമ്പോൾ ഇതൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.